നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5.2 ഡോൾബി DTS ആംപ്ലിഫയർ ആണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ നല്ല മഴയുള്ള സമയമാണ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. നമ്മൾ മഴയുടെ ഗ്യാപ്പ് നോക്കിയിരുന്നിട്ട് യാതൊരു വക ടൈമിങ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് മഴയുടെ സൗണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നമ്മളെന്ന് പറയാൻ പോണത് ഡിജിറ്റൽ വീഡിയോസിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു ഹൈ എൻഡിൽ വിട്ടിട്ടുള്ള ഒരു 5.2 ഡോൾബി DTS ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവന്റെ വിശേഷങ്ങളാണ് കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മള് ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക് ആണ് നമ്മൾ ഈ ആംബിന് വേണ്ടി സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മാറ്റ് വിത്ത് ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാനൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ നെയിം കൂടെ നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ സബിന്റെ കൺട്രോൾ പ്ലേസ് ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ ആയിട്ട് USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സബ് ഊഫറിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സബിന് വേണ്ടി നമ്മൾ 2 കൺട്രോളൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്യൂടെക്കിന്റെ എക്സോബാസ് എന്ന് പറഞ്ഞ റിമോട്ട് കിറ്റാണ് നമ്മൾ ഈ ഒരു ആംബിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് USB, അതുപോലെ ബ്ലൂടൂത്ത്, അതുപോലെ ഇൻബിൽട്ട് പ്രോഗ്രാമാണ് USB വരുന്നത്. അതുപോലെ ഫ്ലാറ്റ് വേവ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി യൂണിറ്റ് ആണ് ഈ ഒരു റിമോട്ട് കിറ്റ്. അതേപോലെ തന്നെ ലിറിക്സ് ഡിസ്പ്ലേ ആണ്, ഫോൾഡർ ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്ന ഒരു അടിപൊളി റിമോട്ട് കിറ്റാണ് നമ്മൾ ഈ ആംബിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതില് അടുത്തായിട്ട് നമ്മളിവിടെ എൻകോഡർ കൂടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ട് നമ്മൾ പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് പേജിലായിട്ട് വരുന്നത്. ശരിക്കും ഈ ആംപ്ലിഫയർ നമുക്കൊരു റീവർക്ക് ആമ്പാണ്. നമ്മൾ മുന്നേ കസ്റ്റമർക്ക് 2015 ഒരു ആമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആംപ്ലിഫയർ ഡോൾബി DTS കൺവേർട്ട് ചെയ്താണ് ഈ ഒരു മോഡല്. അപ്പൊ നമുക്കിനി ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡിലും നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക്കാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ മാറ്റിൽ വന്നിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ 2 ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സ് 1, 2 എന്നുള്ള നിലയ്ക്ക് നമ്മൾ 2 ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് നമ്മൾ HDMI, IRC, കോയാക്സിയൽ, ഒപ്റ്റിക്കല്, അങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അനലോഗ് ഇൻപുട്ടായിട്ട് നമ്മൾ 2 ഓക്സും ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് 3 സോഴ്സും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പീക്കർ ഔട്ട് നമ്മൾ ഫുള്ള് ബാനാന സോക്കറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെന്റർ, സബ് 1, സബ് 2. അപ്പൊ ഇതില് കസ്റ്റമർ 2 സബ് ഓഫർ ഉപയോഗിക്കുന്നുണ്ട്. 2 സോണിക് സബ് ഓഫറാണ് കസ്റ്റമർ ഇതിൽ യൂസ് ചെയ്തത്. പിന്നെ ഇതിലായിട്ടൊരു കൂളർ ഫാൻ വരുന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലായിട്ടാണ് നമ്മുടെ AC കോഡ് പ്ലഗിൻ സോക്കറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മളൊരു ഗോൾഡൻ ബുഷാണ് നമ്മൾ ഈ ആമ്പിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്പൊ നമ്മുടെ ഈ മാറ്റിൽ ഇരിക്കണ കാരണം കൂട്ടുകാർക്ക് അതങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഈ ആംപ്ലിഫയറിന്റെ ഓവറോൾ 2 പാനലുകളും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. ആംപ്ലിഫയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇതൊരു ട്രൂ RMS 100 പെർ ചാനൽ വരുന്ന ഒരു പവർ ആമ്പാണ് ഈ ആമ്പിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈ എൻഡ് സെഗ്മെന്റ് പെട്ടുള്ള ആമ്പായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പവർ സപ്ലൈ തൊട്ട് തന്നെ തുടങ്ങാം. നമ്മളിത് മുന്നത്തെ ആമ്പില് നമ്മൾ കസ്റ്റമർക്ക് ചെയ്തു കൊടുത്ത അതേ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫോമർ നമ്മൾ ഫുള്ളായിട്ട് റീവൈൻഡ് ചെയ്തു. ഇത് 4.5 ഇഞ്ച് കോറിൽ ടൈപ്പ് 16 നല്ലപോലെ ആംബിയർ എടുക്കുന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പവർ സപ്ലൈ ആണ് നമ്മൾ പിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു പവർ സപ്ലൈയിൽ 1063 ഒരു പവർ സപ്ലൈയിൽ 1050 നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1063 സബിനും 1050 നമ്മൾ ചാനലിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലപോലെ ആംബിയർ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. 25 ആംബിയറോളം നമുക്കിതിൽ എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കണക്കിൽ 2 ടാപ്പിംഗ് കൂടിയിട്ടാണ് പറഞ്ഞത്.
ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ചാനലായിട്ട് എടുത്തിരിക്കുന്നത് ട്രാൻസ്ഫർ ബോർഡാണ്. നല്ല ഹെവി ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഓഡിയോ ഔട്ട്പുട്ട് വരുന്ന ഒരു പവർ ആമ്പാണ് നമ്മൾ ഈ ഒരു മോഡലിന് വേണ്ടി സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ ആമ്പ് നമ്മൾ നല്ലപോലെ ഓൾട്ടർ ചെയ്ത് നമ്മുടേതായ ആവശ്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ആമ്പ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എൻ്റെ എല്ലാ ആംപ്ലിഫയറുകളും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും ചെയ്യാത്തൊരു പരിപാടിയാണ്. നമ്മൾ നമ്മുടെ ആമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവും നമ്മുടെ ആമ്പിന്. അതുപോലെ പതറല് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. 90% എഫിഷ്യൻസി ഉള്ള ആംപ്ലിഫയറുകളാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ബോർഡുകൾ മേടിച്ചിട്ടുള്ള രീതിയിലുള്ള ആമ്പുകൾ നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസംബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മളായിട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ തന്നെ ഓൾട്ടർ ചെയ്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഏതൊരു പവർ ആമ്പും നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം. അത് നമ്മൾ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. അതേപോലെ തന്നെ ആംപ്ലിഫയറിൽ ഹമ്മിങ്, നോയ്സ്, അതുപോലെ പതറല് അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം വോളിയം തുറക്കാൻ പറ്റും. അതാണ് നമ്മുടെ ആമ്പിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കമ്പനി സെറ്റിലുള്ള പോലെ തന്നെ മാക്സിമം വോളിയം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഏറെക്കുറെ ആൾക്കാർ ഈ അസംബ്ലിങ് ആമ്പിനെ എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് പറയും. ഇത് അസംബ്ലിങ് അല്ല, എന്തിട്ട് ഇതിൽ വലിയ സംഭവം ഉള്ളത്, എവിടെ പോയാലും ഒരു 500 രൂപയുടെ ബോർഡല്ലേ, 100 രൂപയുടെ ബോർഡല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം എന്താ പറയുക നെഗറ്റീവാക്കിയിട്ട് പറയും. അതുപോലെ കമ്പനി സാധനമാണ് വലിയ സംഭവം. അപ്പൊ കമ്പനി സാധനത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കമ്പനി സാധനം നല്ല സാധനങ്ങളാണ്. അതിൽ പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ഈ റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ എത്ര രൂപയ്ക്ക് കിട്ടുന്നത് ഒരു AVR മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര രൂപ വരുന്നുള്ളത്. അതിന്റെ ഒരു അംശം പൈസയാണ് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആകെ വരുന്നത്. AVR മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് AC വാങ്ങണം, അതുപോലെ തന്നെ സബ്ബാമ്പ് വേറെ വാങ്ങണം, അതുപോലെ ഇനി നമ്മുടെ ഇഷ്ടത്തിനുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എത്ര രൂപ വരുന്നുള്ളത് പുറത്ത് പോയി അന്വേഷിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒക്കെ ഒരു അംശം പൈസയാണ് ശരിക്കും ഈ ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടി വരുന്നത്. പിന്നെ നമ്മള് പ്രൈസ് റേഞ്ച് പറയാത്തത് നമ്മുടെ വർക്ക് അങ്ങനെയാണ്. നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് റേഞ്ചിൽ നമ്മളിവിടെ ഒരു സാധനം കൊടുക്കണില്ല. അതായത് ഞാനിവിടെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നില്ല. നമ്മളിവിടെ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എപ്പോഴും സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആംപ്ലിഫയറുകളും പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ ഒരു റെഡിമെയ്ഡ് ആകുമ്പോഴായിട്ട് നമ്മൾ അതുപോലെ മാർക്കറ്റിലെ ഷോപ്പിലെ ആകുമ്പോഴായിട്ടൊന്നും ഒരിക്കലും നമ്മുടെ ആമ്പിനെ കമ്പയർ ചെയ്യരുത്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാം, നമ്മളിവിടെ ഡെമോ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഡിയോ ചെക്ക് ചെയ്തിട്ട് കേട്ടിട്ട് തീരുമാനിക്കാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇവിടെ AVR ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ AVR ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് തരാം. നമ്മൾ AVR ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കുറെ സുഹൃത്തുക്കൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി സിസ്റ്റം ഒക്കെ ഏലിയൻസ് വേറെ ഗ്രഹത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഭൂമിയിലേക്ക് വിടർന്നാണെന്നാണ് കുറെ പേർക്ക് ഒരു വിചാരമുണ്ട്. അതും മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കണേ. പിന്നെ അത് ഒത്തിരി എഞ്ചിനീയേഴ്സും അതിന്റെ ലബോറട്ടറിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യണോണ്ട് അതിന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതിന്റെ നമുക്ക് മാക്സിമം എത്രത്തോളം പിടിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഓരോ ആംപ്ലിഫയറിലും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഇതിൽ നമ്മൾ പെർ ചാനലിൽ 100 വാട്ട്സ് പ്യുവർ RMS വരുന്ന ഒരു പവർ ആമ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു കുമാറിന്റെ ഫോർഫെറ്റ് പാരൽ മോണോ ബോർഡാണ് നമ്മളിവിടെ 2 പവർ ആമ്പ് സബിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് സ്റ്റേജ് ഒക്കെ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ കുറച്ച് ഓഡിയോ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഈ ആംപ്ലിഫയറിൽ ടോട്ടല് 4 ഫാന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഫാൻ വന്നിട്ട് ഈ ഒരു പവർ ആമ്പിനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളൊരു ടെമ്പറേച്ചർ സർക്യൂട്ടും നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ആംപ്ലിഫയർ ഹീറ്റ് ആയാലാണ് ഈ സർക്യൂട്ട് റൺ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഫാൻ നോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഈ ആമ്പിനില്ല. ഇത് 24 വോൾട്ടിൽ വരുന്ന ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ടൈം നമ്മൾ റണ്ണിങ്ങിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു തരി പോലും നമുക്ക് പുറത്തേക്ക് നോയ്സ് കേൾക്കാത്ത രീതിയിലാണ് ഈ ഫാനിനകത്ത് റൺ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് റിമോട്ട് കിറ്റായിട്ട് നമ്മൾ ഫ്യൂടെക്കിന്റെ എക്സോബാസ് എന്ന് പറഞ്ഞ റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റിമോട്ട് കിറ്റിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സബ് സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മളൊരു സ്മൂത്ത് ബേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സബ് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 സബ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ
കുറച്ച് സ്മൂത്ത് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വേറെ ലെവലിലേക്ക് പോകും. അപ്പൊ 2 സബും നല്ല സ്മൂത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു വേറെ ലെവലായിരിക്കും ഓടി കേൾക്കാനായിട്ട്. ജസ്റ്റ് ഇവിടെ ഞാൻ നമ്മുടെ ഒരു 10 ഇഞ്ചിൽ തന്നെ കേൾപ്പിച്ചു തരാം എങ്ങനെയാണ് ഔട്ട്പുട്ട് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഫ്യൂടെക്കിന്റെ മിനി ഡീകോഡറാണ് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അൾട്രാ ഡിജിറ്റലിന്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലും നമ്മൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആംപ്ലിഫയറിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഓഡിയോ കേൾക്കാം. ഒരു കാതൽ കടിതം വീടിപ്പോടും ഒന്നൈ കാണും സബലം വരക്കൂടും. ഒരു കാതൽ കടിതം വീടിപ്പോടും ഒന്നൈ കാണും സബലം വരക്കൂടും. இங்கு பூலோகம் சபலம் வரக்கூடும். நீ பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்கும் தைக்கின்ற முள்ளாகும். கண்ணே என் கண் பற்ற காயம் கை வைக்கத்தானாக ஆறும். முன்னாலும் பின்னாலும் தள்ளாடும் செம்மேனி என்னேனி உன் தோளில் ஆடும் நான். படையோசை கலகலகலவென கவிதைகள் படிப்பது குழுகுழு தென்றல் காற்று. இங்கு பூலோகம் என்றொரு பொருள் உள்ளதை இந்த பூங்கோதை மறந்தாளடி.
உன்னை காணாமல் உன்னை காணாமல் கவலை காணிலா பமகமரிகரிச உன்னை காணாமல் பெண் நெஞ்சு தடுமாறினே விதை இல்லாமல் வேறில்லை நளின மோக சாமள கங்கா dim dim kırdınna நடன பாபு இளையலிங்கா dim dim dimna சரிவர தூங்காது பாடு மனதினமுனக்காக எங்கும் ராதாதான் உனக்கென ராதாதான் உனக்கு ஒரு ராதாதான் ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മൂടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.